ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് ഒന്നല്ല ചെയ്യാൻ പോണത്. നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ ടൈൽസിൻ്റെ ഇടയിലത്തെ ഫില്ലിംഗ് ഒക്കെ പോയി തുടങ്ങി. അപ്പോൾ അത് അപ്പോക്സി ഇടാനാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അപ്പോക്സി ഇടാമെന്ന് നോക്കിയാലോ. നമ്മുടെ ബാത്റൂം ടൈലാണിത്. ഇതിൻ്റെ ഈ ഗ്യാപ്പുകളിലുള്ളതൊക്കെ പോയി. അപ്പം ഈ ഗ്യാപ്പുകളാണ് നമ്മൾ അപ്പോക്സി വെച്ച് ഫില്ല് ചെയ്യുന്നത്. ഇതിനി ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ വെള്ളം പോയിട്ട് അടിയിൽ ചോർച്ച വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ബാത്റൂം കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിടുന്ന വൈറ്റ് സിമെൻറ്റ് പോലത്തെ സാധനങ്ങൾ മുഴുവൻ പോകും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഇടയിലെ പൊടികളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിതിൽ അപ്പോക്സി ഫില്ല് ചെയ്യാൻ. ഇല്ലെങ്കിൽ അപ്പോക്സി കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പം ഇങ്ങനെ 1-2 സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാത്റൂം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇടാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. നമ്മൾ ഈ അപ്പോക്സിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കിട്ടുന്നത് എഴുതിയിട്ടുണ്ട് ബേസ്, ഹാർഡനർ, ഫില്ലർ, അങ്ങനെ 3 സാധനങ്ങളാണ് കിട്ടുന്നത്. ഇത് തുടയ്ക്കാനായിട്ട് ഒരു സ്പഞ്ച് തരുന്നതാണ്. ഇത് നമുക്ക് കിട്ടുന്നതിൽ ഫില്ലറാണ്, അതുപോലെ ബേസ്, ഹാർഡനർ. പിന്നെ നമുക്ക് ഈ ടൈൽ ഏത് കളറാണോ അതിന് വേണ്ടി അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നതാണ്. ഒരു കളർ മേടിക്കുന്നുണ്ട്. ആ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുക. അപ്പം ഞാൻ മിക്സ് ചെയ്യട്ടെ. നമുക്ക് ഫില്ലർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പൊടിയാണ് കിട്ടുന്നത്. അതിൻ്റെ മെഷർമെൻ്റൊക്കെ അതിൻ്റെ ബോക്സുമ്പോൾ തന്നെ ഉണ്ടാവും. നമ്മുടെ ബാത്റൂമിൻ്റെ വലിപ്പം എന്തോരമുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുക. അപ്പം നമ്മൾ ഓൾറെഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ബേസാണ്, ഇത് ഹാർഡനറാണ്. ഹാർഡനർ നമ്മൾ കുറച്ച് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ലിക്വിഡാണ്. പൊട്ടിക്കണം. ഇതെൻ്റെ പഴയ ഒരു മെഷറിംഗ് കപ്പാണ്. അതിലാണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത്. എപ്പോഴും ഈ വക പരിപാടികൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം. നമുക്കിപ്പോൾ ഈ ഒരു ബാത്റൂമിലേക്ക് ആവശ്യമുള്ള അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികമായിട്ട് ഈ ഫില്ലിങ് പോയോടത്താണെങ്കിൽ കൂടുതൽ വേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങോട്ട് നീക്കി കാണിക്കും. ഓരോ ടൈലിൻ്റെയും ഇടയിലേക്ക് ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ്. നന്നായിട്ട് അമർത്തി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പൊടികളോ അല്ലെങ്കിൽ വെള്ളമോ അഴുക്കോ ഒന്നും ഇരിക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് ഉള്ളിലേക്ക് ചെറിയ ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട്, അത് നമുക്ക് നമ്മുടെ വിരൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സാധനങ്ങൾ വെച്ച് ചെയ്താൽ അത്രയും അങ്ങോട്ട് എനിക്ക് പറ്റില്ല. വേറെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മാക്സിമം നമ്മളുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം. ഇതിനൊന്നും നമുക്ക് ആൾക്കാരെ പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സംതൃപ്തി ഉണ്ടാവും. പണിക്കാരെ വിളിച്ചാൽ കിട്ടൂല. ഒരു പണിക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് 100,000 ഡിമാൻഡ് ഉണ്ടാവും. അതിലും നല്ലത് നമ്മുടെ സൗകര്യവും സന്ദർഭവും അനുസരിച്ച് നമ്മൾ ഒഴിവനുസരിച്ച് നമ്മൾ പതുക്കെ ചെയ്യുന്നതാണ്. പിന്നെ
എൻ്റെ പപ്പയൊക്കെ പറയേ നമുക്ക് ഒരു പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം കേടായി കഴിഞ്ഞാൽ നമ്മളാൽ പറ്റുന്ന വിധത്തിൽ നമ്മളത് നന്നാക്കാൻ നോക്കണം. നമുക്ക് തീരെ പറ്റില്ല, നമ്മളെ കൊണ്ട് നമ്മുടെ സാഹചര്യവും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ അത് പുറമെ ആളെ കൊണ്ട് ചെയ്യിക്കാവൂ എന്ന്. അപ്പം അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യണത്. നമ്മളിത് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ ചെയ്യുമ്പോൾ 1-2 കള്ളി നമ്മളിങ്ങനെ ചെയ്യണം. ഓരോ ടൈലും ഓരോ അടിയുടെ ടൈലാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്പാച്ചില വെച്ച് ജസ്റ്റ് അതിങ്ങനെ എടുക്കണം. അത് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് കഴുകുമ്പോഴൊക്കെ അതിങ്ങനെ ഭയങ്കര ഹാർഡാവും ഇത്. അപ്പോൾ നമ്മളത് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ളത് ജസ്റ്റ് ഒരു സ്പാച്ചില വെച്ച് ഒന്ന് വടിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ വെള്ളം തെറിക്കുന്ന ഭാഗത്തുള്ള വാളിൽറ്റിയും നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം ഞാൻ ചെയ്യട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ജോയിന്റ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കണം. നമ്മളൊരു നനഞ്ഞ തുണി അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലത്തെ സ്പോഞ്ച് എടുത്തിട്ട് ഒരു ചെറുതായിട്ടൊന്ന് നനച്ച് തുടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇനി അത് ക്ലീൻ ചെയ്യാൻ പോവാണ്. ചെറിയൊരു നനവുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ പോരും, അല്ലാന്നുണ്ടെങ്കിൽ പോരില്ല. അത് പെട്ടെന്ന് കട്ടയാവും. നമ്മൾ വേഗം ചെയ്ത് തീർക്കേണ്ട ഒരു പണിയാണ്. ചെറുതായിട്ടൊന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് നനവില്ലാത്ത തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ എഡ്ജുകളൊക്കെ അതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടേക്കാണ് വല്ലാണ്ട് പോയിട്ടിരിക്കണം. കണ്ടോ, ഇത്രയും ഭാഗം ഞാൻ തുടച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെ ഉള്ളത് അതുപോലെ തന്നെ തുടച്ചെടുക്കണം. ഇവിടെ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട്. ഇത് ശരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന പോർഷനാണിത്. ഇതിൻ്റെ ഇടയിലേക്കൊക്കെ പോയിട്ടുള്ളത് കുറച്ചുകൂടി സൂം ചെയ്ത് ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് ബാത്റൂം കിടക്കുന്നത്. നല്ല രീതിയിൽ ഉള്ളിലൊക്കെ ഫില്ലായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാലും നമുക്കിത് ചെയ്യാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ചയിലധികമായി ഒരാളുടെ പിന്നാലെ ഇതൊന്ന് ചെയ്തു തരാൻ പറഞ്ഞിട്ട് നടക്കുന്നു. അപ്പോൾ അവർക്ക് ഇത് ചെറിയൊരു പണിയായ കാരണം ആരും വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇന്നെന്തായാലും ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ ഞെട്ടും ഇതിങ്ങനെ ചെയ്തേക്കണം കാണുമ്പോൾ. ആളുടെ ചിലപ്പോൾ ചീത്ത കേൾക്കാൻ വഴിയുണ്ട്, എന്നാലും സാരമില്ല, നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ഒരു വീഡിയോ 2-3 മാസം മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇതുവരെ ഈ അപ്പോക്സി ഇളകിപ്പോയിട്ടില്ല. അപ്പോൾ എൻ്റെ വർക്ക് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണം. ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പോക്സിയൊക്കെ ഇടാനായിട്ട്.